തറാവീഹ് നമസ്കാരത്തിലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ 18ാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 19ാമത്തെ തറാവീഹിലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ തറാവീഹിന്റെ 19ാമത്തെ ദിവസത്തെ തറാവീഹ് നമസ്കരിക്കുന്ന മനുഷ്യൻ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത പുണ്യം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യർഫഉല്ലാഹു ദറജാതഹു ഫിൽ ഫിർദൗസി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ്. റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകമായി നമ്മോട് പഠിപ്പിച്ചു. നമ്മളൊക്കെ ചിലപ്പോൾ എളുപ്പ കൊണ്ട് വിനയം കൊണ്ട് പറയും, അല്ലാഹു സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും എനിക്ക് നീ സ്ഥാനം തന്നെ എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ ദോഷം നമ്മുടെ വിനയം കൊണ്ടോ താഴ്മ കൊണ്ടോ ആയിരിക്കും. റസൂലുള്ളാഹി അങ്ങനെയല്ല ചോദിക്കാം. അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ചോദിക്കണം. അല്ലാഹുവേ, അയാൾക്ക് കൊടുത്തതിന്റെ ഒരു അംശമെങ്കിലും എനിക്ക് തരണേ എന്നാ നമ്മളൊരു എളുപ്പത്വം വിനയം കൊണ്ട് ചോദിക്കുക. അതുപോലെ നമ്മൾ പറയും, അല്ലാഹുവേ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും എനിക്കൊരു അവസരം തന്നെ എന്ന് ചോദിക്കാനല്ല റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചാൽ എന്ത് ചോദിക്കണം? നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ്, നിങ്ങൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അപ്പൊ ആ സ്വർഗത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിനെ നിങ്ങൾ ചോദിക്കുന്നതെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. 19ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്, അല്ലാഹു തആല കൊടുക്കുന്ന പദവി യർഫഉല്ലാഹു ദറജാതഹു ഫിൽ ഫിർദൗസി, ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവി കൊണ്ട് അല്ലാഹു തആല അവനെ ഉയർത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു. അത്തരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ കർമ്മങ്ങളും ഒക്കെ അല്ലാഹു തആല നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ പുണ്യങ്ങൾ അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.